അപ്പൊ നമ്മളെ ഇന്ന് കൊണ്ടുവന്നേക്കണത് ഇടുക്കിയിലെ മിടുമിടുക്കീനെ കേട്ടോ. ഇടുക്കി അപ്പൊ നമ്മളെ ഇന്ന് കൊണ്ടുവന്നേക്കണത് ഇടുക്കിയിലെ മിടുമിടുക്കീനെ കേട്ടോ, മിടുക്കി ട്രാവൽസ്. അപ്പൊ ഇവക്കടെ ഒരുപാട് ഡീറ്റെയിൽസ് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങി കാഴ്ചകളങ്ങ് കണ്ടു തുടങ്ങിയേക്കാം അല്ലേ. ഇനി നമ്മുടെ ഇടുക്കിയിലെ മിടുമിടുക്കിയുടെ വിശേഷങ്ങൾ അങ്ങ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങിയേക്കാട്ടോ. അപ്പൊ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഇവരുടെ ഓഫീസ് വരുന്നത് നെടുങ്കണ്ടത്താണ് കേട്ടോ. അപ്പൊ ഇവരുടെ സർവീസ് വരുന്നത് നമ്മുടെ നെടുങ്കണ്ടത്ത് നിന്ന് 2 മണിക്ക് വെളുപ്പിന് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നേരെ തിരുവനന്തപുരത്തേക്കാണ്. ഏകദേശം ഒരു 8 മണി 8:30 ആ റേഞ്ചിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തിരുവനന്തപുരം എത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫീസിലൊക്കെ പോണവർക്ക് ഈ വണ്ടി കയറി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നമുക്ക് ഓഫീസിൽ കയറാൻ വരും കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പോകുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ശിശിരയുടെ ബോഡി കണ്ടു, അതുപോലെ തന്നെ ഓജസിൻ്റെ ബോഡി കണ്ടു. ഇപ്പോൾ നമ്മൾ കൊണ്ടോടിയുടെ ബോഡിയാണ് കണ്ടത്. അപ്പോൾ ഇവൻ്റെ ചെയ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ലോ നമ്മുടെ SML ഇസൂസുവിൻ്റെ ചെയ്സാണ്. 5300 വീൽ ബേസ് വരുന്ന ചെയ്സാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ടൂറിസ്റ്റ് ബസ്സാണ് 5300 വീൽ ബേസിൽ വരുന്നതിൽ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ പ്രൈവറ്റ് ബസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ സക്സസ് ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കുറച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പുറകെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ബാലൻസ് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യൻ പെർമിറ്റ് ആണ്, അതിൻ്റെയാണ് ഈ ഒരു കളർ കോംബോ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും പരിചയപ്പെടാം. അതുപോലെ തന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ 38 സീറ്റാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടി പുറമേ നിന്ന് ആദ്യം തന്നെ കണ്ടേക്കാം അല്ലേ. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ തന്നെ നോക്കി, അടിപൊളിയല്ലേ നോക്കി. ആ കളർ കോംബോയും കാര്യങ്ങളും, ആ മിടുക്കിന്ന് എഴുതിയേക്കണേ ആ ഫോണ്ട് തന്നെ നോക്കി, എന്നെ രസം നോക്കി. ഇടുക്കി അപ്പുറം എമ്മും കൂടെ ചേർത്ത് മിടുക്കിയാക്കി. എന്തായാലും സംഭവം പൊളിച്ചോട്ടോ. ഇത് പെട്ടെന്ന് ഇടുക്കിക്കാർക്ക് എനിക്കിങ്ങനെ ഒരു സംഭവം ക്യാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. മിടുക്കിന്ന് ഇങ്ങനെ എഴുതാമെന്ന് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരുടെ ആ ഒരു ഐഡിയ ഒക്കെ എന്തായാലും സെറ്റപ്പായിട്ടുണ്ട്, പേര് കാര്യങ്ങളെല്ലാം സെറ്റപ്പായിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ SML ഇസൂസുവിൻ്റെ ചെറിയൊരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിടുക്കി ട്രാവൽസിൻ്റെ അവരുടെ ഒരു ചെറിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയല്ലേ നോക്കി. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണതും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു കളർ കോംബോ ആണെങ്കിലും ഒരുപാട് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, അറിയാലോ. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഡോറ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് 5300 വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ നല്ല നീളമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ലഗേജ് സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കൊറിയർ സാധനങ്ങളൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇഷ്ടം പോലെ സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, മിടുക്കി പ്രീമിയം ബസ് സർവീസ്. അകത്തെ സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടാണ്. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ കാണിച്ചു തരാം. ശരിക്കും ഒരു പ്രീമിയം വണ്ടി തന്നെയാണ്. ഇടുക്കി കേരള എന്നൊക്കെ എഴുതിയിട്ടുണ്ട് 2025. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എമർജൻസി എക്സിറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഈ കാണുന്നതെല്ലാം ലഗേജ് സ്പേസ് ആണ്. ബാറ്ററിയുടെ ഒരു പോർഷൻ വരുന്നുണ്ട്, അപ്പോൾ സ്റ്റെപ്പിനിയുടെ പോർഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല നീളം ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ലഗേജ് സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഈ ഒരു ബാക്കിലൊരു വ്യൂ ഇനി നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കിലൊരു വ്യൂ കാണാം. SML ഇസൂസുവിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിടുക്കിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇതാണ് അവരുടെ മെയിൽ ID കാര്യങ്ങളെല്ലാം വരുന്നത്. ഫോൺ ബുക്കിംഗ് നമ്പർ, ഓഫീസിൻ്റെ നമ്പർ, കസ്റ്റമർ കെയർ നമ്പർ, അങ്ങനെ എല്ലാ നമ്പറുകളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്ക് ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ബാക്കിലെ ടെയിൽ ലൈറ്റൊക്കെ ഉണ്ടല്ലോ അടിപൊളിയല്ലേ നോക്കി, നല്ല രസമില്ലേ. പിന്നെ അതുപോലെ നമുക്ക് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഒരു എമർജൻസി ഡോറ് വന്നിട്ടുണ്ട്. പിന്നെ മിടുക്കിയുടെ വെബ്സൈറ്റ് www.midiki.com എന്നാണ് അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ സൈറ്റിൽ നിന്ന് കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഇവിടെ ആണെങ്കിലും ഒരു വലിയൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിലും ആ ഒരു ബസ്സിൻ്റെ പടമൊക്കെ ആണെങ്കിലും നല്ലൊരു രസമില്ലേ നോക്കി. പിന്നെ ഫ്യൂവൽ ടാങ്ക്, ആർട്ട് ബ്ലൂവിൻ്റെ ടാങ്ക് അല്ലെ ഈ സൈഡിലാണ് വരുന്നത്. നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് കയറാം അല്ലേ. അകത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് ക്യാബിൻ്റെ വിശേഷങ്ങൾ കാണാം.
നമുക്ക് ഈ ഡിക്കിക്കകത്ത് ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഫുള്ള് സേഫ്റ്റി ആട്ടോ. അതായത് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ആശുപത്രിയിലൊക്കെ വരുന്നില്ലേ, അതുപോലെ തന്നെ. അതായത് വണ്ടിക്കകത്ത് എന്തെങ്കിലും ഫയറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് തീയെല്ലാം ഓഫ് ആവും കേട്ടോ. അപ്പോൾ ഫുൾ സേഫ്റ്റി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ലഗേജ്, അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് വന്നിരിക്കണുണ്ടോ, ഫുള്ള് നമ്മളിപ്പോൾ കാണിച്ചു തന്ന, അതായത് വാഹനത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് 3-ക്കകത്ത് സേഫ്റ്റി പരമായ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഈ ബോഡിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചെയ്ത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കിനി വണ്ടിക്ക് അകത്തേക്ക് കയറിയേക്കാം. ചവിട്ടുപടി ഉണ്ടോ, ഇത്ര അധികം ഒന്നും കഷ്ടപ്പെട്ട് കാല് പൊക്കി ചവിട്ടണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ചവിട്ടിയാൽ മതി. സ്റ്റെപ്പ് നേരെ. പിന്നെ നമുക്കിത് വണ്ടിക്ക് അകത്തേക്ക് കയറുമ്പോൾ അകത്തൊരു വ്യൂ. ക്യാബിനിലേക്ക് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. നമുക്ക് ആദ്യം ബാക്കിലെ സീറ്റ് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. അടിപൊളി സീറ്റുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം ലോങ് ഒക്കെ പോകാൻ നേരത്ത് പുഷ് ബാക്ക് സീറ്റാണ്, AC വണ്ടിയാണ്. നമുക്ക് പുഷ് ബാക്ക് സീറ്റ് ആയതുകൊണ്ട് വരെയുണ്ടല്ലോ ആവശ്യമായിട്ട് ചാരി കിടക്കാം. അപ്പോൾ 2 ഇതിലാട്ടോ വന്നേക്കണേ, സീറ്റ് വന്നേക്കണേ. അപ്പം അതുപോലെ തന്നെ 38 സീറ്റാണ്. വണ്ടിയുടെ അകത്ത് ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ടോ. അകത്തെ സെൻറ്ററിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് നമുക്ക് നടക്കാനൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സീറ്റിൽ ഇരുന്ന് നോക്കാം കണ്ടോ, അടിപൊളി. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര കേട്ടോ. നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ല കംഫർട്ടാണ്. അതുപോലെ തന്നെ ഇത് എല്ലാ സൗകര്യങ്ങളും മുകളിലുണ്ട്. നമുക്ക് AC-യുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലിട്ട് വെക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കാല് നമുക്ക് ലാവിഷായിട്ട് നീട്ടി പിടിച്ചിരിക്കാം കണ്ടോ. അപ്പോൾ വണ്ടിയുടെ അകമൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ചെയ്തേക്കണേക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ കേട്ടോ. ആ പാകത്തിനായിട്ടുള്ള വാമായിട്ടുള്ള നല്ല ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് സൗണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം ഇവിടത്തേക്ക് ബാക്കിൽ നിന്നൊരു വ്യൂ കാണാം കണ്ടോ. അതുപോലെ എല്ലാ സീറ്റുകളുടെയും ഫാന് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി സീറ്റ് ബുക്ക് ചെയ്യാൻ നേരത്തുള്ള സീറ്റ് നമ്പർ ആട്ടോ ഈ കൊടുത്തേക്കണേ. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളൊക്കെയുള്ള അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല യാത്രാസുഖം കേട്ടോ. വണ്ടി അധികം ഹൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക യാത്രാസുഖമാണ്. നമ്മൾ യാത്രയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും. അപ്പം പിന്നെ ഇവിടെ TV കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഫുള്ള് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമറ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ക്യാബിനിലേക്ക് കയറാം അല്ലേ. ക്യാബിൻ സ്പേസ് നോക്കി. അപ്പോൾ സീറ്റൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഡ്രൈവർക്ക് നല്ല കംഫർട്ടായിട്ട് ഓടിക്കാനുള്ള നല്ല അടിപൊളി സീറ്റ് തന്നെയാണ് കൊടുത്തേക്കണേ. ചാരൊക്കെ ആണെങ്കിലും അടിപൊളിയല്ലേ നോക്കി. പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് അത്യാവശ്യം ലാവിഷായിട്ട് ഇരുന്ന് യാത്രയൊക്കെ ചെയ്യാം. നല്ല കംഫർട്ടും കാര്യങ്ങളുള്ള സീറ്റായിട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്കിനി നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണ്ടേ, ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ അതിന് മുമ്പ് വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കിയേക്കട്ടോ. സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹീറോയ് സീരീസിലുള്ള വണ്ടിയാണ്. നമ്മുടെ SML ഇസൂസുവിന്റെ 5300 mm വീൽ ബേസിൽ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 4 സിലിണ്ടർ എഞ്ചിനാട്ടോ, 3455 cc ആണ് വരുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 1500 RPM 400 mm ടോർക്ക്. പിന്നെ ബാലൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 235/75 അതാണ് കേട്ടോ ടയർ സൈസ് വരുന്നത്. പിന്നെ ഫ്യൂൽ ടാങ്ക് 180 ലിറ്റർ ആണ്. പിന്നെ വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ടും കാര്യങ്ങളും ഉണ്ട്, നല്ല യാത്രാസുഖവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വണ്ടിക്കകത്ത് ചെയ്തേക്കണ വർക്കൊക്കെ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെയായിട്ട് ചെയ്തേക്കണേ. നമ്മുടെ സീറ്റുകളായിക്കോട്ടെ, സീറ്റുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഫുള്ള് കംഫർട്ടായിട്ട് തന്നെ ഇരുന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ സാധിക്കും. പുഷ് ബാക്ക് സീറ്റാണ്, AC ആണ്, എല്ലാ സേഫ്റ്റി പരമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആണെങ്കിലും വണ്ടി നല്ല കംഫർട്ടാണ്. പിന്നെ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഓടിച്ചപ്പോഴും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചത് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഹൈവേ അല്ലേ. അപ്പോൾ ഈ ഹൈവേ കടയൊക്കെ ഓടിക്കുമ്പോഴേക്കാണെങ്കിലും വണ്ടി നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല വണ്ടി നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ വലിയ ബസ്സിന്റെ ഒരു തൊട്ടടുത്ത് തന്നെ നീളമൊക്കെ ഏകദേശം വരും, അത്ര എത്തിയില്ലെങ്കിലും. അപ്പോൾ വണ്ടി ഉഷാറാണ്. ചെയ്തേക്കണ വർക്ക്, ബോഡി കാര്യങ്ങൾ ഇതെല്ലാം ഉഷാറാട്ടോ, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ മെഡിക്കൽ ട്രാവൽസിനെ കുറിച്ച്, അവരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ സർവീസിനെ കുറിച്ച് പറയാം.
നമുക്ക് വെളുപ്പിന് 2 മണിക്ക് ബസ്സേ കയറിയിട്ട് നെടുങ്കണ്ടത്ത് നിന്ന് കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് തിരുവനന്തപുരം എത്താൻ പറ്റും. ഏകദേശം ഒരു 8:30 ആ റേഞ്ചിൽ നമുക്ക് തിരുവനന്തപുരം എത്താൻ പറ്റും. ഇതിന്റെ റൂട്ട് നോക്കുകയാണെങ്കിൽ നെടുങ്കണ്ടം നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. നെടുങ്കണ്ടം, കട്ടപ്പന, ഏലപ്പാറ, കുട്ടിക്കാനം, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, മണിമല, അങ്ങനെ പത്തനംതിട്ട, അടൂര്, കൊട്ടാരക്കര, നമ്മുടെ തിരുവനന്തപുരത്തെത്തും. ടെക്നോ പാർക്ക്, തമ്പാനൂര്, അങ്ങനെയാണ് കേട്ടോ നമ്മുടെ റൂട്ട് എത്തണത്, തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പം നമ്മുടെ SML ഇസൂസുവിൻ്റെ ചേസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എറിക് മോട്ടോഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബസ് മാത്രമല്ല, ചെറിയ ടിപ്പർ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ SMLൻ്റെ ഏതൊരു വണ്ടിനെ കുറിച്ചും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണം, വണ്ടി പർച്ചേസ് ചെയ്യണം, അതുപോലെ സർവീസ് കാര്യങ്ങളൊക്കെ അറിയണം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരുമായിട്ട് മീൻസ് എറിക് മോട്ടോഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പറും ഡീറ്റെയിൽസും വീഡിയോയുടെ അടിയിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ മിടുക്കിയുടെ വിശേഷങ്ങൾ. നമ്മുടെ മിടുക്കിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ മിടുക്കിക്ക് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ നല്ലൊരു സർവീസായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഫുൾ AC തന്നെയാണ് വാഹനം ഓടുന്നത്. അപ്പം എല്ലാം കൊണ്ടും യാത്രാ കംഫർട്ടും കാര്യങ്ങളും ഒക്കെ നല്ലൊരു സർവീസ് തന്നെയായിരിക്കും ഇവർ നമുക്ക് തരിക. ഇന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നെടുങ്കണ്ട ഇടുക്കി സൈഡിൽ നിന്ന് തിരുവനന്തപുരം സൈഡിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റാ.